ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ദിനുസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ കാണുന്ന ചെടിയാണ് പനിക്കൂർക്ക. ഭൂമിയിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ താഴ്ന്നു വളരുന്ന ഒരു ഔഷധ സസ്യമാണ് കേട്ടോ പനിക്കൂർക്ക. നമ്മുടെ തൊടികളിലും മറ്റുമൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന പലതരം ഔഷധ സസ്യങ്ങളിൽ ഒന്നാണിത്. കോളിയസ് അരോമാറ്റിക്കസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ശാസ്ത്രീയ നാമമായിട്ട് വരുന്നത്. കർപ്പൂരവല്ലി, കഞ്ഞിക്കൂർക്ക, ഞവര എന്നീ പ്രാദേശിക പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കഞ്ഞിക്കൂർക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നല്ല പച്ച നിറത്തിലുള്ള ഇളം തണ്ടുകളും ഇലകളുമാണ് കേട്ടോ ഇതിനുള്ളത്. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇലകൾക്ക് തവിട്ട് നിറമായിട്ട് മാറും. പനിക്കൂർക്കയുടെ ഇലയും തണ്ടും ഒക്കെ ഔഷധയോഗ്യമാണ് കേട്ടോ. ചുക്ക് കാപ്പിയിലൊക്കെ ഉള്ള ഒരു ചേരുവയാണ് പനിക്കൂർക്ക. ആയുർവേദത്തിലെ പുളിലേഹ്യം, ഗോപി ചന്ദനാദി ഗുളിക എന്നിവയിലൊക്കെ ഉള്ളൊരു ചേരുവയായിട്ടും പനിക്കൂർക്ക ഉപയോഗിക്കുന്നുണ്ട്. പനിക്കൂർക്ക വലിയ രാസനാദി കഷായം ഉണ്ടാക്കാനും വാഗാദി തൈലം ഉണ്ടാക്കാനും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കേട്ടോ. പേര് പോലെ തന്നെ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് പനിക്കൂർക്ക പനി മാറാനായിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. കൂടാതെ കഫക്കെട്ട്, വയറുവേദന, ചുമ, നീർക്കെട്ട് തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ ഇത് നല്ല ഒരു ഔഷധം കൂടിയാണ്. ഇതിൻ്റെ ഇല വാട്ടിയെടുത്തിട്ട് ആ നീരെടുക്കുക. എന്നിട്ട് അത് തേനുമായിട്ട് യോജിപ്പിച്ചിട്ട് 3 ദിവസം 3 പ്രാവശ്യമായിട്ട് കഴിച്ചാൽ കഫക്കെട്ടിന് നല്ല മാറ്റം വരും. കഫമൊക്കെ നന്നായിട്ട് മുറിഞ്ഞ് പോരുമെന്നാണ് പറയുന്നത്. പിന്നെ മഴക്കാലമായാൽ നാട്ടിൻപുറങ്ങളിലൊക്കെ പനിക്കൂർക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. മഴക്കാലത്തെ പ്രധാനിയായ പകർച്ചപ്പനിയെ പ്രതിരോധിക്കാനായിട്ട് ഒരു മികച്ച ഔഷധമാണ് പനിക്കൂർക്ക. പനിയും ജലദോഷവും ഉള്ളവരൊക്കെ ഇതിൻ്റെ ഇലയിട്ട് ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. പനിക്കൂർക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. പനിക്കൂർക്ക ഇലയുടെ നീര് ദിവസവും മിതമായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ അസ്ഥികൾക്ക് ബലവും ആരോഗ്യവും നൽകാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ ചെടിയുടെ കാര്യമായിട്ട് നമ്മൾ ഈ ചെടിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളിലെ രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കുട്ടികളിലെ പനി, കഫക്കെട്ട്, ജലദോഷമൊക്കെ മാറുവാൻ നല്ലൊരു മരുന്നാണിത്. ആയുർവേദത്തിൽ ഇതിന് ഉറച്ചൊരു സ്ഥാനമുണ്ട്. മുതിർന്ന ആളുകൾ പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സന്ധിവാതം, കാൽമുട്ട്, കൈമുട്ട് വേദനയൊക്കെ. അപ്പോൾ പനിക്കൂർക്കയുടെ ഇല ഇടിച്ച് പിഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു നീര് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അസ്ഥികൾക്ക് ബലവും ആരോഗ്യം നൽകുന്നത് മൂലം അസ്ഥിവാതത്തിന് ഒരു പരിധിവരെ ആശ്വാസം നൽകാൻ ഈ ഒരു ചെടിക്ക് കഴിയും കേട്ടോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾക്കും ഛർദി, വയറിളക്കം എന്നിവയ്ക്കൊക്കെ പനിക്കൂർക്ക നല്ലൊരു മരുന്നാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഇലയുടെ ഈ നീരാണ് കഴിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഇല പിഴിഞ്ഞ് നീരെടുത്ത് കൽക്കണ്ടത്തിനൊപ്പം കഴിക്കുന്നതും ചുമയ്ക്ക് വളരെ നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുമയൊക്കെ നല്ല ശക്തിയായിട്ടുള്ള ചുമ ചുമച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരാത്ത ടൈപ്പ് ചുമയൊക്കെ ഉണ്ടാവില്ലേ, കഫം മുറിഞ്ഞു പോരാത്ത. അപ്പോൾ കൽക്കണ്ടം അതിന് നല്ലൊരു ഔഷധമാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ നീരിനോട് കൂടി കൽക്കണ്ടം കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ആ ഒരു മുറിഞ്ഞു പോരാൻ ബുദ്ധിമുട്ടുന്ന ആ കഫമൊക്കെ ഇളകിപ്പോരാൻ സഹായിക്കും. പിന്നെയുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ പനിക്കൂർക്കയുടെ ഇലയും തണ്ടും തീയിൽ വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ നീരെടുത്തിട്ട് ആ വാട്ടിയെടുത്ത ഇലയിൽ നിന്നും തണ്ടിൽ നിന്നും നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന നീരെടുത്തിട്ട് നെറുകയിൽ പുരട്ടുന്നത് ജലദോഷവും നീർക്കെട്ടും കുറയാൻ സഹായിക്കും. അത് ശമിക്കാൻ ഉത്തമമാണ്. പിന്നെ പനിക്കൂർക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുട്ടികളെ നമ്മൾ കുളിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പനി വരുന്നതും ജലദോഷം വരുന്നതൊക്കെ തടയാൻ കഴിയും കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന പനിക്കൂർക്ക ആയുർവേദത്തിൽ സ്ഥിരമായി ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഔഷധ സസ്യത്തിൻ്റെ ഗുണങ്ങൾ ഇത്രയൊന്നും അല്ല, ഇനിയുണ്ട്. പക്ഷേ ഞാൻ ഇവിടം വെച്ച് നിർത്തുകയാണ്. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.